ഇന്നൊരു റെസിപ്പി വീഡിയോ ആണേ. ഒരു ഓട്സ് ഉപ്പുമാവ്. ഞാൻ എൻ്റെ 20 kg വെയിറ്റ് ലോസ് ജേർണിയിൽ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ആയിരുന്നു കൂടുതലും ഡിന്നറിനൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എത്രയൊക്കെ ക്യാപ്സിക്കം ഉണ്ടോ പല കളറൊക്കെ ഉള്ളതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ഇതിനോട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് മാത്രം എടുത്തു. പിന്നെ ഒരു മുട്ട എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 50 ഗ്രാമോളം ഗ്രിൽഡ് ചിക്കൻ്റെ കുറച്ച് ക്യൂബ്സ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂൺ ഓയിലിനകത്ത് ആണ് സോട്ട് ചെയ്യുന്നത്. എല്ലാ പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തി വെക്കുക. എന്നിട്ട് അതൊന്ന് ആവി കയറി കഴിയുമ്പോഴത്തേനും അതിൻ്റെ നടുക്കോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് ചിക്കി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓട്സ് ഇതിനകത്ത് നിന്ന് പിഴിഞ്ഞെടുത്ത് അതിനകത്തേക്ക് ചേർക്കുക. ഓട്സ് ഇങ്ങനെ സോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ അത് ചില ആൾക്കാരുടെ വയറിന് ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതുപോലെ ഇത് വേകാനും എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഫൈറ്റിക് ആസിഡ് കണ്ടൻറ്റിനെ ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഒരു 6-7 മിനിറ്റോളം സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഏറ്റവും തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് അതിൻ്റെ സെൻറ്ററിലിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആദ്യം ആ പച്ചക്കറി മൂപ്പിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ എനിക്ക് മോൻ ഇത് കുക്ക് ചെയ്ത സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുക്കണമായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഈ മസാലയെല്ലാം ഇടുമ്പോൾ അവനിത് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്യാവുന്നതാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ വഴറ്റുന്ന സമയത്ത്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവിയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിന് മുന്നേ ഇത് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുണ്ട്. ചിക്കനും ഉണ്ട്, മുട്ടയും ഉണ്ട്, അതുപോലെ ഫൈബറിന് വേണ്ടി വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.